സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിവരങ്ങളുമായി ജോഷില, ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിന്ന് ചേർന്നുണ്ട്. ജോഷില, എന്തൊക്കെയാണ് ഈ പനിയെക്കുറിച്ച് ആരോഗ്യമന്ത്രി പറഞ്ഞത്? ഒപ്പം തന്നെ സർക്കാർ എടുത്തിട്ടുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചും. പനിയെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണ് എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല 10 പേരെയാണ് വെസ്റ്റ് നൈൽ പനി എന്നുള്ള സംശയത്തിൽ ഇതുവരെ ചികിത്സിച്ചിരുന്നത്. എന്നാൽ ഇതിൽ 2 പേർ മരിക്കുകയുണ്ടായി. ഈ മരണ കാരണം ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇത് വെസ്റ്റ് നൈൽ പനിയെ തുടർന്നാണോ മരിച്ചത് എന്നുള്ളതിന് തെളിവ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരാൾ മാത്രമാണ്, കഴിഞ്ഞ 1 മാസക്കാലമായി ഒരാൾ മാത്രമാണ് ഇപ്പോൾ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടങ്ങളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളോടെയാണ് വെസ്റ്റ് നൈൽ പനിയും കാണാറുള്ളത്. എന്നാൽ ജപ്പാൻ ജ്വരത്തെ പോലെ രോഗം ഗുരുതരമാകാറില്ല എന്നും മന്ത്രി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എങ്കിലും ജാഗ്രത പാലിക്കണം. കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണം. വ്യക്തികൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിനിൽക്കാതെ നോക്കണം എന്നുള്ളതാണ്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പനി. എന്നാൽ ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നിട്ടില്ല, മൃഗങ്ങളിൽ നിന്നുമാണ് ഇത് പകരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരാൾ മാത്രമേ ചികിത്സയിലുള്ളൂ എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ശരി, ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ട, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് ജോഷില കോഴിക്കോട് നിന്ന് നൽകിയത്.